നമ്മളിപ്പോൾ കണ്ടുവരുന്ന ബിൽഡിങ്സ് എല്ലാം കൂടുതലും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സാണ് അല്ലേ. ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റോ മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ലേബർ കോസ്റ്റ്, കാരണം സൈറ്റിലാണ് കൂടുതലും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ മാൻ പവർ വേണ്ടി വരും, അപ്പോൾ ലേബർ കോസ്റ്റ് കൂടും. അതേപോലെ നമ്മൾ ലീസിനൊക്കെ ആയിരിക്കുള്ളൂ ഈ സ്ഥലങ്ങളെടുത്ത് വലിയ വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ലീസിൻ്റെ കാലാവധി കഴിഞ്ഞാലോ കോൺക്രീറ്റ് പൊളിച്ച് കളയാനല്ലാതെ വേറെ ഉപയോഗമില്ല. അപ്പോൾ ഇത് പൊളിച്ച് കളയാനും കൺസ്ട്രക്ട് ചെയ്യാനും പൊല്യൂഷനാണ്. പക്ഷേ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വളരെ വലുതാണ്. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ സൈറ്റിൽ ഇറക്ഷനാണ് കൂടുതലും നടക്കുന്നത്, ബോൾട്ടിംഗ് എന്നുള്ള രീതിയിൽ. ഫാബ്രിക്കേഷൻ ഷോപ്പിലിട്ടിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് സൈറ്റിൽ വരുമ്പോൾ നട്ടും ബോൾട്ടും ഇട്ട് ഇറക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരുപാട് മാൻ പവറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ലേബർ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ലീസിനെടുക്കുന്ന ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് ലീസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇത് പൊളിച്ച് കളയണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ 100% റീസൈക്കിളാണ് നമുക്ക് വരുന്നത്. പിന്നെ എത്ര കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് വരുമ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, സ്പൈറലായിട്ടിരിക്കുന്ന ബിൽഡിങ്സ്, എരിഞ്ഞ് വീഴുന്ന ബിൽഡിങ്സ്, ഇങ്ങനെയൊക്കെ കോൺക്രീറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്റ്റീൽ അങ്ങനെയല്ല, എത്ര കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് സ്റ്റീലിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റീലിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം.